ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ചീരത്തോരനാണ്. കൂടിപ്പോയൊരു 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ചീര എടുത്തിട്ടുണ്ട്. ചീര നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നമ്മളിതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളൊരു മീഡിയം സൈസ് സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് നമ്മളിതിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കൂടാതെ ഒരു 5 പച്ചമുളക് കൂടി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതുകൂട്ടൊരു പാത്രം വെക്കാം. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ സവാള കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ്. നമുക്കിതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി കറിവേപ്പില ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കറിവേപ്പില ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചീര ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ സവാളയും മഞ്ഞൾപ്പൊടിയും ഇതുള്ളതെല്ലാം കൂടെ കറക്റ്റായിട്ട് നമ്മുടെ ചീരയ്ക്കകത്തോട് കിട്ടുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചീര ആഡ് ചെയ്തതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പീര ആഡ് ചെയ്തതിനു ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് ഏകദേശം ഒരു 3 മിനിറ്റിൽ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. കൂടിപ്പോയൊരു 5-6 സ്റ്റേജ് മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കാനായിട്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.